ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നാരായണീയ മഹത്വത്തെക്കുറിച്ച് കുറച്ച് വിവരണം. ഈശ്വരവിശ്വാസിയായ ഏതൊരുവൻ്റെയും മനസ്സിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നയനമനോഹരമായ വിഗ്രഹവും നാവിന്മേൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന മധുരനാമവും സദാ പരിലസിക്കുന്നുവെന്നു പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. അതിനാലാണ് എന്തെങ്കിലും അത്ഭുതം കാണുമ്പോഴും സങ്കടം വരുമ്പോഴും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് അറിയാതെ തന്നെ അവൻ ഉരുവിട്ടു പോകുന്നത്. ഗുരുനാഥനായ അച്യുത പിഷാരടിയുടെ വാതരോഗം സ്വയം ഏറ്റെടുത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ആ രോഗം ശമിക്കുന്നതിനായി ഗത്യന്തരമില്ലാതെ എത്തിച്ചേർന്നതും ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെയായിരുന്നുവല്ലോ. തൻ്റെ രോഗശാന്തിക്കായി ചെയ്യേണ്ടത് മീൻ തൊട്ടുകൂട്ടുകയാണെന്ന് ഭക്ത്യാഗ്രഗണ്യനായ തുഞ്ചത്തെഴുത്തച്ഛൻ വിധിച്ചുവെന്നും അതിൻ്റെ സാരം മനസ്സിലാക്കിയ ഭട്ടപാദർ മത്സ്യാവതാരം തുടങ്ങിയ ഭഗവത അവതാര കഥകൾ ശ്രീമദ് ഭാഗവതത്തെ അവലംബിച്ച് 1000-ലധികം ശ്ലോകങ്ങളടങ്ങുന്ന 100 ദശകങ്ങളിലായി സംഗ്രഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയിൽ രചിച്ച് ഭഗവാനെ കേൾപ്പിച്ച് വേണുഗോപാല രൂപത്തിൽ ഭഗവാനെ സ്വന്തം മാംസചക്ഷുക്കൾക്ക് മുമ്പിൽ ദർശിച്ച് വാതരോഗമുക്തിയും ജീവിതാവസാനത്തിൽ സായുജ്യവും കൈവരിച്ചുവെന്നുമാണല്ലോ ഐതിഹ്യം. ഏകാഗ്രമായ ധ്യാനവും പ്രാർത്ഥനയും മനസ്സിനെ ശാന്തമാക്കുവാനും തദ്വാരാ ദേഹാസ്വാസ്ഥ്യങ്ങളെ തുലവും കുറയ്ക്കുവാനും കഴിവുള്ളവയാണെന്ന് ഇന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. ധ്യാനം, യോഗം എന്നിവയെ വെറും ഭ്രാന്തായി പുച്ഛിച്ചു തള്ളിയിരുന്ന പാശ്ചാത്യർ ഇന്ന് മനഃശാന്തിക്കും ദേഹസാധ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ധ്യാനവും യോഗവും ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ നിലയ്ക്ക് പ്രതിശ്ലോകം ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പദമെങ്കിലും ഉൾക്കൊള്ളുന്ന സഹസ്രോത്തരം ശ്ലോകങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെച്ചു തന്നെ രചിച്ച് ഭഗവാനെ ചൊല്ലിക്കേൾപ്പിക്കുവാൻ കഴിഞ്ഞ ഭട്ടപാദർക്ക് ആ സ്തോത്രം ഒരു ദിവ്യ ഔഷധമായി തീർന്നുവെങ്കിൽ ആ സംഭവത്തെ ഒരു വെറും ഐതിഹ്യമായിട്ടല്ല, ഒരു ചരിത്ര സത്യമായി തന്നെ വിശ്വസിക്കേണ്ടതാണ്. കടത്തനാട്ട് പത്മനാഭ വാര്യരുടെ പത്മാഞ്ജലി എന്ന നാരായണീയ വിവർത്തനത്തിൻ്റെ അവതാരികയിൽ ഡോക്ടർ ലീലാവതി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നാരായണീയത്തിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തെ ശാസ്ത്രജ്ഞന്മാരോ യുക്തിവാദികളോ ചോദ്യം ചെയ്ത് കാണാറില്ല, വെറുമൊരു ഐതിഹ്യമെന്ന് തള്ളിക്കളയാറുമില്ല. മഹത്തായ കാവ്യം എന്ന മൂർത്തമായ തെളിവ് മനസ്സിലിരിക്കുമ്പോൾ കെട്ടുകഥ എന്ന് ജൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ഈ വരികൾ എത്രയും അർത്ഥവത്താണ്. ഭക്തിപ്രധാനമായ ഒരു സ്തോത്രമെന്നോ സാഹിത്യദൃഷ്ടിയിൽ ഒരു ഉത്തമ കാവ്യമെന്നോ പറഞ്ഞാൽ അത് നാരായണീയത്തിൻ്റെ മഹത്വത്തെ മുഴുവൻ പ്രതിഫലിക്കുന്നില്ല. മുൻ പ്രസ്താവിച്ച പോലെ ഒരു ദിവ്യൌഷധത്തിൻ്റെ ഫലമാണ് ഈ സ്തോത്രം ശ്രീ ഭട്ടപാദർക്ക് പ്രസാദനം ചെയ്തിരിക്കുന്നത്, ഇന്നും ഭക്തന്മാർ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതും. വാതരോഗത്താൽ അത്യധികം വേദന അനുഭവിക്കുന്ന അവസരത്തിലും നാരായണീയ കർത്താവ് ആദ്യ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദബോധകാത്മകം എന്ന പദത്തോടു കൂടിയാണ് എന്നത് ഈ സ്തോത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാന്ദ്രാനന്ദകമായ ഭഗവത് സ്വരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ചു നമ്മിലേക്കൊഴുകുന്ന ആ ആനന്ദം
അവസാന ശ്ലോകത്തിൻ്റെ അവസാന പദമായ ആയുരാരോഗ്യ സൗഖ്യം എന്ന അവസ്ഥയിൽ നമ്മെ എത്തിക്കുന്നു എന്നതാണ് ഈ സ്തോത്രത്തിൻ്റെ മഹത്വം. നാരായണീയം അവസാനിക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം എന്ന പദം അത് രചിച്ചു തീർന്ന ദിവസത്തെ കലിദിന സംഖ്യാത്രി, അതായത് 17,12,210. ഈ കലിദിനം വരുന്നത് കൊല്ലവർഷം 762 വൃശ്യം 28-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശിയും ചേർന്ന ദിവസമാണെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതായത് 417 വർഷം മുമ്പാണ് നാരായണീയം രചിക്കപ്പെട്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ശ്രീനാരായണ മഹത്വത്തെ വിഷയമാക്കി നാരായണ ഭട്ടതിരി രചിച്ചതിനാൽ രണ്ടു വിധത്തിലും നാരായണീയം എന്ന പേരിന് അർഹമായ ഈ സ്തോത്രം നിത്യപാരായണം ചെയ്യുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് കാരണമാകും എന്നതിന് സംശയമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.